തഴവ ചാപ്റ്റർ PSC ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓക്സിലറി വെർബിനെയാണ്. അതായത് നമുക്കറിയാം ഇംഗ്ലീഷിൽ മൊത്തം 24 ഓക്സിലറി വെർബുകളാണുള്ളത്. ഇതിൽ രണ്ടാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഒരു ഓക്സിലറി വെർബാണ് യൂസ്ഡ് ടു എന്നുള്ളത്. ഈ യൂസ്ഡ് ടുവിനെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്, എന്നാൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുകയും വേണം. കാരണം ഇയാളോട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ ആ ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. നമ്മളിവിടെ യൂസ്ഡ് ടു എന്നൊരു ഓക്സിലറി വെർബാണ് ഞാൻ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാനൊരു സബ് ടൈറ്റിൽ കൊടുത്തതിന് ശേഷം എഴുതിയിരിക്കുന്നതാണ് ബി ഫോം. അതായത് ഒന്നുമില്ല, നമ്മൾ ബി ഫോംസ്, അതായത് ഇംഗ്ലീഷിലെ ഒരു ഫാമിലി നെയിമായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നത് ബി എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ഫാമിലി നെയിമായിട്ട് ബിയെ പരിഗണിച്ചാൽ അതിനകത്തുള്ള അംഗങ്ങളെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇവരെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇവരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവർ കടന്നു വരുന്ന പല പല സെക്ഷനുകളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവരെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞിരിക്കുക. ബൈഹാർട്ട് ചെയ്യണമെന്നില്ല, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താവണം, മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, നോക്കാം. ഈ ബി ഫോംസിൽ വരുന്നവരാണ് ഒന്ന് ഈസ്, ആമ്, ആറ്. നമുക്കറിയാം എന്താണ് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന 3 ഓക്സിലറി വെർബുകളാണ്, അല്ലെങ്കിൽ ഒരേ ഫാമിലിയിൽ തന്നെ വരുന്നവരാണ്. ആരൊക്കെ? ഈസ്, ആമ്, ആറ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇവരെ ഏത് കുടുംബത്തിലെ അംഗങ്ങളാണ്? ബി ഫോമിലെ അംഗങ്ങളാണ്. അടുത്ത ആരൊക്കെയാണെന്ന് നോക്കിയേ. വാസ്, വേർ. ഇവർക്ക് ബദലായിട്ട്, അതായത് ഈസ്, ആമ്, ആറിന് പകരമായിട്ട് പാസ്റ്റ് ടെൻസിൽ രൂപങ്ങൾ അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ആരൊക്കെ? വാസും വേറും. അപ്പോൾ ഈസ്, ആമ്, ആറ്. അടുത്ത സെക്ഷനിൽ ആരൊക്കെയാണ്? വാസ്, വേർ. ഓക്കെ ആണ്. അടുത്ത ആരൊക്കെയാന്ന് നോക്കിയേ. ബി, അതായത് ഈ ഫാമിലി നെയിമിൽ തന്നെ ഉണ്ട് ആരാണ്? ബി എന്നുള്ളത്. അയാളെയും നമുക്ക് ഏതിന് തന്നെ പരിഗണിക്കാം, ബി ഫാമിലിയിലാണ്. അടുത്തത് ബീൻ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അടുത്തത് എന്താണ്? ബീൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബി, ബി, ബീൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എത്ര പേരാണ്? 8 പേര്. ഈ 8 പേരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നറിഞ്ഞിരിക്കുക. ബി ഫോംസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആരൊക്കെയാണ്? ഈസ്, ആമ്, ആറ്. അടുത്ത ആരൊക്കെയാണ്? വാസ്, വേർ. അടുത്തത് ബി, ബീൻ, ബീൻ. ഓക്കെ ആണല്ലോ. സോ ഇവരെ ഞാൻ എന്തിനാണ് ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂസ്ഡ് ടുവിനെ ചർച്ച ചെയ്യുമ്പോൾ ഇവരെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ എഗെയിൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നേരെ ടൈറ്റിൽ അങ്ങ് പറഞ്ഞാൽ എന്താണ്? ബി ഫോംസ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ യൂസ്ഡ് ടു ആയിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഐ യൂസ്ഡ് ടു ഡാഷ് when I was child. I used to dash when I was child. Okay, options നോക്കാം. ഓപ്ഷൻ A dancing, ഓപ്ഷൻ B danced, and ഓപ്ഷൻ C dances, and ഓപ്ഷൻ D dance എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആൻസറിലേക്ക് എത്താൻ എപ്പോഴും നമുക്ക് ഈ PSC ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആൻസർ അവിടെ ഉണ്ട്, നമ്മളൊന്ന് പിക്ക് ചെയ്താൽ മാത്രം മതി അല്ലേ? പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണ്? പിക്ക് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പോൾ അവിടെ പെട്ടെന്ന് നമുക്ക് ആ ട്രിക്കിലേക്ക് അങ്ങ് പോവാം. ഇത്രയേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. യൂസ്ഡ് ടു, ശ്രദ്ധിക്കുക, യൂസ്ഡ് ടു എന്ന ഓക്സിലറി വെർബിന് ശേഷം, യൂസ്ഡ് ടു എന്ന ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ വെർബിൻ്റെ ബേസ് ഫോം അഥവാ ബെയർ ഇൻഫിനിറ്റീവ് രൂപം ഉപയോഗിച്ചോണം. എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് രൂപം. ബെയർ ഇൻഫിനിറ്റീവ് രൂപം. നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്താണെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ഒന്നും പറയേണ്ട ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ബെയർ ഇൻഫിനിറ്റീവ് വെർബിൻ്റെ അടിസ്ഥാന രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. കാരണം നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ബെയർ ഇൻഫിനിറ്റീവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എനിവേ ആ വീഡിയോ കാണാത്തവർ ഇത്രയും മനസ്സിലാക്കുക, ഒരു വെർബിൻ്റെ ഒരു ഏച്ചെട്ടിലും ഇല്ലാത്ത പച്ചയായിട്ടുള്ള രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്, നോക്കിക്കോ. ഓപ്ഷൻ A ഡാൻസിങ് ബെയർ ഇൻഫിനിറ്റീവ് ആണോ അല്ലെങ്കിൽ അടിസ്ഥാന രൂപമാണോ? അല്ല. കാരണം ഇവിടെ ആര് വന്നിട്ടുണ്ട്? ING ഉണ്ട്. ദെൻ അയാൾ എന്തല്ല, ഇവിടെ ആൻസർ ആയിട്ട് വരില്ല.
സെക്കൻഡ് വൺ ഡാൻസ്ഡ് വരുമോ? ഇല്ല. കാരണം എന്താ? ED വന്നിട്ടുണ്ട്. സെൻ അയാളെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അടുത്ത് നോക്കിക്കേ, ഡാൻസസ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്തോ DS ഉണ്ട്. ദെൻ അയാളും എന്താണ്? എലിമിനേറ്റഡ്. ദെൻ ഇവിടെ ആൻസർ എന്നുള്ള എന്താണ്? ഡാൻസ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അതായത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഒന്നുമില്ല. യൂസ്ഡ് ടു എന്ന ഓക്സിലറി വെർബിന് ശേഷം തൊട്ടടുത്ത് നമ്മൾ വെർബിൻ്റെ എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് രൂപം ഉപയോഗിക്കുന്നു. ദെൻ ഇവിടെ ആൻസർ എങ്ങനെ വരും? ഐ യൂസ്ഡ് ടു ഡാൻസ് വെൻ ഐ വാസ് ചൈൽഡ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. യൂസ്ഡ് ടു എന്ന ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ തൊട്ടടുത്ത് വെർബിൻ്റെ ബെയർ ഇൻഫിനിറ്റീവ് രൂപം അഥവാ അടിസ്ഥാന രൂപം ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ടുവിൻ്റെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയണ്ട, ഇതും കൂടെ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ദെൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചർച്ച ചെയ്യാം. നോക്കാം. ആദം ഈസ് യൂസ്ഡ് ടു ഡാഷ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. ആദം ഈസ് യൂസ്ഡ് ടു ഡാഷ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സ്ലീപ്പ്, ഓപ്ഷൻ ബി സ്ലെപ്റ്റ്, ഓപ്ഷൻ സി സ്ലീപ്പിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻ സ്ലീപ്പിംഗ്. ഓക്കെ ആണല്ലോ? ഇവിടെ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാത്തവർ പെട്ടെന്ന് എഴുതാൻ പോകുന്ന ആൻസർ എന്താണെന്നറിയോ? ഓപ്ഷൻ എ സ്ലീപ്പാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു യൂസ്ഡ് ടുവിന് ശേഷം നമ്മൾ വെർബിൻ്റെ ബെയർ ഇൻഫിനിറ്റീവ് അടിസ്ഥാന രൂപം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ സ്ലീപ്പ് എന്നുള്ളത് ആൻസർ അല്ല. അത് എന്തുകൊണ്ടാണെന്നറിയാവോ? വേറൊന്നുമല്ല, നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ യൂസ്ഡ് ടുവിന് മുന്നിൽ ഒരു ഓക്സിലറി വെർബും അല്ലെങ്കിൽ ബി ഫാമിലിയിൽ ആരും തന്നെ വന്നിട്ടില്ലായിരുന്നു. ഓക്കെ ആണല്ലോ? എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ ആരുണ്ട്? ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബുണ്ട്, അഥവാ ബി ഫാമിലിയിൽ ഒരു മെമ്പർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബി ഫാമിലി ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. യൂസ്ഡ് ടുവിന് മുന്നിൽ ബി ഇല്ലെങ്കിൽ അഥവാ യൂസ്ഡ് ടു എന്ന് മാത്രം വന്നാൽ തൊട്ടടുത്ത് നമ്മൾ എന്ത് എഴുതും? ബെയർ ഇൻഫിനിറ്റീവ് രൂപം എഴുതും. എന്നാൽ ബി ഫോം പ്ലസ് യൂസ്ഡ് ടു എന്ന് വന്നാൽ പിന്നീട് വെർബിൻ്റെ ING രൂപം നമ്മൾ ഉപയോഗിച്ചോണം. ING ഉപയോഗിച്ചോണം, അഥവാ ജെറണ്ട് ഫോംസ് ഉപയോഗിച്ചോണം. സോ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് ബി ഫാമിലിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കും? ING രൂപം ഉപയോഗിക്കും. ദെൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? സ്ലീപ്പിംഗ് എന്നുള്ളതാണ്. ഇൻ സ്ലീപ്പിംഗ് ഒന്നും ആവശ്യമില്ല, കാരണം ഇടയ്ക്കൊന്നും പ്രിപ്പോസിഷൻ്റെ ഒന്നും ആവശ്യമില്ല. തൊട്ടടുത്ത് നമ്മൾ എന്ത് എഴുതിക്കോണം? എന്താണ്? ING രൂപം എഴുതിക്കോണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. യൂസ്ഡ് ടുവിന് ശേഷം നമ്മൾ എന്താണ്? തൊട്ടടുത്ത് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എഴുതുന്നു. എന്നാൽ യൂസ്ഡ് ടുവിന് മുന്നിൽ ആര് വന്നാൽ? ബി ഫോംസ് കടന്നു വന്നാൽ ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കും? ING ഉപയോഗിക്കും. അവിടെ എന്താണ്? പ്രിപ്പോസിഷൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ ING രൂപം മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ദെൻ ഇവിടെ ആൻസർ സ്ലീപ്പിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടും വരുന്ന മുൻകാലങ്ങളിൽ ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം.